ഹലോ ഗേൾസ്, ഞാൻ നിങ്ങളുടെ മിനി. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല, എങ്കിലും പ്രകൃതി ഭംഗിയാർന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ ന്യൂജൻ തലമുറകൾക്ക്, അതായത് ഒരു 10-25 ഒക്കെ വയസ്സായ പിള്ളേർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അത്ര പരിചിതമില്ല. എല്ലാവർക്കും അല്ല, ചില കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇപ്പോൾ എല്ലാം പട്ടണത്തിൽ ജീവിക്കുന്ന കുട്ടികൾ, ഫ്ലാറ്റിൽ ജീവിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി, ഇങ്ങനെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയൊക്കെ, ഇങ്ങനെ കൃഷി ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ ഇഷ്ടമാണ്. എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോഴും അതെ, എനിക്കിതൊക്കെ കാണുമ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചിടാൻ തോന്നും. കാരണം എൻ്റെ ചെറുപ്രായത്തിലെന്ന് പറഞ്ഞാൽ, തീരെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടിരുന്നത് തന്നെ ഇങ്ങനെയുള്ളൊരു പ്രദേശത്താണ്. അത് ചെറിയൊരു കുന്ന്, നല്ല കാഴ്ചയ്ക്ക് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാനത് ആവർത്തിച്ച് പറയുക. അത്രയ്ക്ക് പ്രകൃതി ഭംഗിയായിരുന്നു സ്ഥലങ്ങളെയൊക്കെ നിങ്ങൾ നോക്കിക്കേ. ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾക്ക്, സ്ഥലമുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ആർക്കാ സ്ഥലമുള്ള? ആർക്കും ഇല്ല. എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ എറണാകുളം, ചെന്നൈ, മദ്രാസ് അങ്ങനെയുള്ള ടൗണിലേക്ക് പോകുമ്പോൾ, അവിടെയൊക്കെ ബോംബെ, അവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആൾക്കാർ എല്ലാം പുറത്തേക്ക് പോവുമല്ലേ. ഈ ഇന്ത്യയിലുള്ളവരൊക്കെ വേറെ വേറെ രാജ്യത്തേക്ക് പോകും, അവിടെയുള്ളവർ ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ നാടോ വീടോ അതിനെക്കുറിച്ചൊന്നും ഒരു പരിചയവും ഇല്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വയൽ, കപ്പ നട്ടേക്കണം കണ്ടോ. ഇപ്പോഴത്തെ കുട്ടികളോട് എന്നിട്ട് പറഞ്ഞാൽ അതറിയില്ല. അതാണ് ഇപ്പോഴത്തെ സത്യം. ഇപ്പോൾ പപ്പായ എന്താണെന്ന് ചോദിച്ചാൽ പോലും അറിയില്ലാത്ത കുട്ടികളാണ്. അങ്ങനെയുള്ളവർക്ക് പിന്നെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തോ. അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് ചെയ്യാമെന്ന് വെച്ചത്. ഇങ്ങനെ പിള്ളേരെ പരിചയപ്പെടുത്തുക, അങ്ങനെയാണ് എൻ്റെ ഉദ്ദേശം. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടെ ഇത് കണ്ടോ, പ്ലാവ്. ഇപ്പോൾ പ്ലാവെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ചോദിക്കും അതെന്നാണ്. ചക്കാന്ന് പറയുമ്പോൾ അവർ ചോദിക്കും ഇതെന്നാമേന്ന് ചോദിക്കും. ഇങ്ങനത്തെ അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മുടെ ജനറേഷൻ ആൾക്കാരെ. അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്. കർഷകരുടെ നാടായ തൊടുപുഴയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. തൊടുപുഴയിൽ നിന്ന് ഒരു 500 മീറ്റർ ഉള്ളിലേക്ക് കേട്ടോ ഈ സ്ഥലം. കണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഒത്തിരി വലിയ മണിമാളിക കെട്ടിപ്പൊക്കണമെന്നൊന്നുമല്ല, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് ജീവിക്കാനാണ് എനിക്ക് വളരെ താല്പര്യം. എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരാഗ്രഹമായിരുന്നു കേട്ടോ അത്. ഇങ്ങനെ ഇവിടെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയണത്, ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു മൊട്ടക്കുന്ന്, എൻ്റെ മനസ്സിൽ തെളിയുന്ന ഒരു കാര്യങ്ങളാട്ടോ. അവിടെ വാഗ പൂത്ത് നിൽക്കണത്, വാഗമരം, അങ്ങനെ പല കളറുള്ള വാഗ പൂത്ത് നിൽക്കുന്നൊക്കെ ഒരു സ്ഥലങ്ങളാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അവിടെ ഇങ്ങനെ എന്താ പറയണേ, ചെറിയൊരു വൈക്കോല് മേഞ്ഞ ഒരു വീട്. ഈ മഹർഷിമാരൊക്കെ പണ്ട് ജീവിച്ചുകൊണ്ടിരുന്നില്ലേ കുറേ സ്ഥലത്തിൻ്റെ അടുത്ത്, അങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്ടമായിരുന്നു പണ്ടൊക്കെ. പിന്നെ ഇപ്പം അങ്ങനെ നമുക്ക് കാലങ്ങളൊക്കെ മാറിയില്ലേ. എല്ലാം ആർക്ക് വേണം ഇപ്പം സ്ഥലം, പാടം ആർക്ക് വേണം, എല്ലാം നികത്തി. പക്ഷെ എനിക്കിവിടെ വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വല്ലാത്ത ആഗ്രഹം. കാരണം നമ്മൾ എല്ലാം പാടങ്ങളും പാടങ്ങളും ഞങ്ങൾ പറയണോ, നിങ്ങളെങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയത്തില്ല. കുറേ ആൾക്കാർ പാടം എന്ന് പറയും, ചില ആൾക്കാർ വയലുകൾ എന്ന് പറയും. അങ്ങനെ വയലുകളിൽ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം നിങ്ങൾ കാണാൻ വഴിയില്ല. ഇനിയിപ്പോൾ കേരളം വിട്ട് പോയി, ഇന്ത്യ വിട്ട് എന്ന് വെച്ചാൽ കേരളം വിട്ട് പോയി വല്ല തമിഴ്നാട്ടിലും ചെന്നാൽ കാണുമായിരിക്കും. പക്ഷെ കേരളത്തിൽ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. പാടങ്ങളെല്ലാം നികത്തി കെട്ടിടങ്ങൾ വരുന്നു, സ്ഥലങ്ങളെല്ലാം മുറിച്ച് വില്ലകൾ തീർക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണാൻ വഴിയില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശം നോക്കി ഞാൻ ചുമ്മാ കുട്ടികൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം, പിന്നെ വലിയ ആൾക്കാർക്കും ഇത് തന്നെയാണല്ലോ. ഇപ്പോൾ ഈ ഇവിടെ നിന്നെല്ലാം അയർലൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുമല്ലേ, അവിടെ വെച്ച് കുട്ടികളുണ്ടാവുന്നു, അവിടെ ജീവിക്കുന്ന പിള്ളേർക്കാണെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. കേരളം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം. ഞാൻ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നിങ്ങളോർക്കും, അയ്യോ ഇതെന്നാ വട്ടായി ഈ ചേച്ചിക്ക് ഈ ചുമ്മാ ഇത് ഈ പച്ചിലയൊക്കെ കാണിക്കണേ. പക്ഷെ എനിക്ക് ഈ പച്ചിലയൊക്കെ കാണാനും ഒരു രസം തന്നെയാണ്. എവിടെ നോക്കിയാലും പച്ചപ്പല്ലേ, കണ്ടോ? എവിടെ നോക്കിയാലും പച്ചപ്പ്, എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ വയൽ. ആ വയലിൻ്റെ മുകളിലൊരു വീട് ഇരിക്കണം കണ്ടോ? അത് ഈ ഇതിൻ്റെ അവിടെ നോക്കുമ്പോൾ കാണാൻ വഴിയില്ല, എങ്കിലും ഞാൻ കാണിച്ചു തരുവാ. ഒരു വീട് ഇരിക്കണം കണ്ടോ? എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ വീടുകൾ അങ്ങനെയൊക്കെ ഉള്ളത് വയലിൻ്റെ മുകളിൽ. അതെ, ഇവിടെ വന്ന് നിൽക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ തണുത്ത് കുളിർമയാർന്ന കാറ്റാണ് ഇവിടുന്ന് വന്നെ, ഈ വയലിൽ നിന്ന്. അതുപോലെ തന്നെ പാവൽ, പയർ എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കപ്പ, വാഴ, എല്ലാം ജാതിയൊക്കെ നിൽക്കണം കണ്ടോ. ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ ജാതിയാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ. തെങ്ങാണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാരണം ഇതാണ്, ഞാൻ പറഞ്ഞ കാരണം മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഇങ്ങനെ ആർക്കും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. പക്ഷെ ചേച്ചിക്ക് എന്നാ ഇതെന്നെ ഇങ്ങനെയൊക്കെ ഇട്ടേക്കണേന്ന് ഓർക്കും. പക്ഷേ ഇതിൻ്റെ കാരണം അതാ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഓർക്കും. എൻ്റെ ഒരു 10-15 വയസ്സിലൊക്കെ, ഇപ്പം ഞാൻ ഓർക്കും കേട്ടോ. ഇത് എനിക്കെന്നുള്ള ആഗ്രഹങ്ങൾ ഇന്നും നടന്നിട്ടൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ കുറച്ച് സ്ഥലമുള്ള 4, 5, 10, 15 സ്ഥലങ്ങളുള്ള ആൾക്കാരാട്ടോ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നും എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ വന്നപ്പോൾ ഒരു പാട്ട് ഞാൻ പാടാം. ഓർക്കുകയാണെൻ്റെ പാവനയിൽ ഞാനാനന്ദമായി കണ്ട ജീവിതം, അലമാല തല്ലി കളിയാടി മന്ദം ഒഴുകുന്നിതാ കളിയോടമാ, ഒഴുകുന്നിതാ കളിയോടമാ. അന്നൊരു നാളിൽ ആ മലർത്തോപ്പിൽ മണിവീണ മീട്ടിയ ഗായക, എല്ലാം മറന്നിട്ടെങ്ങോ മറഞ്ഞു, ഇന്നാ ഗാനങ്ങളില്ല. ഓർക്കുകയാണെൻ്റെ ഭാവനയിൽ. ഞാൻ ഓർക്കുക എൻ്റെ ഭാവന കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അവർക്ക് കാണാൻ കഴിയാത്തത് നിങ്ങൾ മാതാപിതാക്കളെ പറഞ്ഞു കൊടുക്കട്ടെ എന്നോർത്തിട്ട ഒരു വീഡിയോ കേട്ടോ ഇത്. അതുകൊണ്ട് ഇതെല്ലാം ഏറ്റെടുക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഈ അങ്ങനെയൊന്നും പാടാറൊന്നുമില്ല, ചുമ്മാ ഒരു രസമാണ്. ഇന്നത്തെ അങ്ങനെ തോന്നി അങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യും കേട്ടോ. പാട്ടൊന്നും വലിയ രസമില്ലയെന്ന് എനിക്കറിയാം, എങ്കിലും എൻ്റെ ഒരു ഭാവന ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാം ഇന്നത്തെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്താലോ? നിങ്ങൾക്ക് വേണ്ടി ഇത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ ചെയ്യണം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും ചെയ്യണം. ഒത്തിരി നീളമൊന്നുമില്ല, ഇത് കൂടുതലല്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ആജ്ഞാപിക്കുന്നതൊന്നുമല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ നമുക്ക് ഓരോരോ വിഷയങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് മറക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ
വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കുറേ പൂക്കൾ കാണിച്ചു തരാം. ഓക്കേ.